നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫലിതം കേട്ടു. ഇന്ന് നമുക്കല്പം ആത്മീയമായാലോ? സ്വാമി വിവേകാനന്ദനെ എല്ലാവർക്കും പരിചയമുണ്ടാവും. എന്നാൽ അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരെ അത്രയും പേർക്ക് പരിചയമുണ്ടാവില്ല. വിവേകാനന്ദൻ പ്രസിദ്ധനായതോടുകൂടി ഗുരുവും പ്രസിദ്ധനായി. ഇവിടെ ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു അനുഭവം നമുക്ക് സ്മരിക്കാം. അദ്ദേഹം ഒരിക്കൽ ഗംഗാനദിയിൽ കുളിക്കാൻ ചെന്നു. ആ സമയത്ത് അതിൻ്റെ കൽപ്പടവില് ഒരു ബാലൻ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളമൊക്കെ വച്ച് നിൽക്കുന്നുണ്ട്. ആ ബാലൻ തൻ്റെ തോർത്തുകൊണ്ട് ആ ഗംഗയിൽ നിന്ന് ഒരു ചെറിയ മത്സ്യത്തിനെ പിടിച്ചു. അതേ ചട്ടിയിലാണ്. അത് ആ ചട്ടിയിൽ കിടന്ന് ചാടിത്തിറങ്ങി. ചിലപ്പോൾ നേരെ മുകളിലേക്ക് ചാടും, ചിലപ്പോൾ ചില ഒരു വശങ്ങളിലേക്കൊക്കെ ചാടും. എത്ര ചാടിയാലും അതിന് ആ ഗംഗയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. ബാലനും പരമഹംസരും ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു. ഒരു ചാട്ടം ഗംഗയെ ലക്ഷ്യമാക്കി ശക്തിയായിട്ട് ആ മത്സ്യം ചാടി. അത് ഗംഗയിലേക്ക് വീണു. നീന്തി തുടിച്ച് അഗാധമായ കയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇനി ഒരിക്കലും ആ മത്സ്യം ആ ചട്ടിയിലേക്ക് വരില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എല്ലാത്തിലും ഈശ്വരനെ കാണുന്ന ആളാണ് പരമഹംസൻ. അദ്ദേഹം സമാധിസ്ഥനായി. ഈ കഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ആ ബാലൻ നിഷ്കളങ്കനാണ്, ഗുണദോഷങ്ങളില്ലാത്തതാണ്. അത് വാസ്തവത്തിൽ ഈശ്വരൻ തന്നെയാണ്. ആ ഈശ്വരൻ ഗംഗയിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിച്ചിട്ട പോലെ അത് പരബ്രഹ്മത്തിൽ നിന്ന് ഒരു ജീവനെ ആ ചട്ടിയിലിട്ടതുപോലെ ഒരു ശരീരത്തിൽ നിക്ഷേപിക്കുന്നു അല്ലെങ്കിൽ വയ്ക്കുന്നു. അപ്പോൾ ആ ബാലൻ ഈശ്വരനാണ്, ആ ചട്ടി നമ്മളുടെ ശരീരമാണ്. ആ ചട്ടിയിലുള്ളതായ മത്സ്യം നമ്മളുടെ ഉള്ളിലുള്ളതായ ജീവനാണ്. അപ്പൊ ആ ജീവൻ എവിടെ നിന്ന് വന്നുവോ, ഇവിടെ മത്സ്യം ആ ഗംഗയിൽ നിന്ന് വന്നതാണ്. അപ്പൊ ജീവൻ പരബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്ന്. അത് ഈശ്വരനിലേക്ക് തന്നെ എത്താനായിട്ട്, പരബ്രഹ്മത്തിൽ ലയിക്കാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മത്സ്യത്തിന്റെ പോലെ ചിലപ്പോൾ നമ്മളുടെ പ്രയത്നം വളരെ ശക്തിയേറിയതായിരിക്കും, പക്ഷെ ഫലമുണ്ടാവില്ല. ആ മത്സ്യം ചട്ടിയിൽ വീണതുപോലെ നമ്മൾ തന്നെ വീഴും. ചിലപ്പോൾ ചെറിയതായിട്ടുള്ള ഓരോ ഭാഗങ്ങളിലേക്കായിരിക്കും മത്സ്യത്തിന്റെ ചാട്ടം. അതുപോലെ നമ്മളുടെ പ്രവർത്തനം അങ്ങനെയാവും, അതിലും ഫലം ഉണ്ടാവില്ല. ശക്തിയായിട്ട്, തീവ്രമായിട്ട്, ലക്ഷ്യബോധത്തോടുകൂടി ശ്രമിച്ചാൽ ആ മത്സ്യം ഗംഗയിലേക്ക് വീണതുപോലെ നമുക്കും പരബ്രഹ്മത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ പരബ്രഹ്മത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ അവിടെ നിന്ന് മടക്കം ഇല്ല. അതിന് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ശ്രമിക്കാത്തവരൊക്കെ ശ്രമിക്കുകയാണ് വേണ്ടത്. കുറെ ശ്രമിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ശ്രമം ഫലപ്രദമാവും എന്നുള്ളതാണ് ആ മത്സ്യം ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ പരിശ്രമിച്ച് പരബ്രഹ്മത്തിലെത്തിച്ചേരാൻ അല്ലെങ്കിൽ ഈശ്വരനിൽ ലയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം.